ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ പത്രോസ് എഴുതിയ രണ്ടാം ലേഖനം 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേൽ ജനങ്ങൾക്കിടയിൽ വ്യാജ പ്രവാചകന്മാരുണ്ടായിരുന്നു. അതുപോലെ തങ്ങളുടെ മേൽ ശീഘ്രനാശം വരുത്തി വയ്ക്കുന്ന വ്യാജ ഉപദേഷ്ടാക്കൾ നിങ്ങളുടെ ഇടയിലും ഉണ്ടാകും. അവർ വിനാശകരമായ അഭിപ്രായങ്ങൾ രഹസ്യത്തിൽ പഠിപ്പിക്കുകയും തങ്ങളെ വില കൊടുത്തു വാങ്ങിയ നാഥനെ പോലും നിഷേധിക്കുകയും ചെയ്യും. പലരും അവരുടെ ദുഷിച്ച മാർഗത്തെ അനുഗമിക്കും. അങ്ങനെ അവർ മൂലം സത്യത്തിൻ്റെ മാർഗം നിന്ദിക്കപ്പെടും. അത്യാഗ്രഹം കാരണം വ്യാജം പറഞ്ഞ് നിങ്ങളെ അവർ ചൂഷണം ചെയ്യും. നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന അവരുടെ ശിക്ഷാവിധിക്ക് കാലവിളംബം വരികയില്ല. വിനാശം കണ്ണു തുറന്ന് അവരെ കാത്തിരിക്കുകയും ചെയ്യുന്നു. നമ്മുടെ കർത്താവായ ഈശോമിശിഹായ്ക്ക് സ്തുതി. ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം ജെറുസലേമിൽ നിന്ന് ഫരിസേയരും നിയമജ്ഞരും യേശുവിൻ്റെ അടുത്ത് വന്നു പറഞ്ഞു, നിന്റെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യം ലംഘിക്കുന്നതെന്തുകൊണ്ട്? ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അവർ കൈ കഴുകുന്നില്ലല്ലോ. അവൻ മറുപടി പറഞ്ഞു, നിങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ പേരിൽ നിങ്ങൾ ദൈവത്തിൻ്റെ പ്രമാണം ലംഘിക്കുന്നതെന്തുകൊണ്ട്? പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. പിതാവിനെയോ മാതാവിനെയോ അധിക്ഷേപിക്കുന്നവൻ മരിക്കണം എന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങൾ പറയുന്നു, ആരെങ്കിലും തൻ്റെ പിതാവിനോടോ മാതാവിനോടോ എന്നിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ടതിന് വഴിപാടായി നൽകിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ അവരെ സംരക്ഷിക്കേണ്ടതില്ല എന്ന്. ഇങ്ങനെ നിങ്ങളുടെ പാരമ്പര്യത്തിനു വേണ്ടി ദൈവവചനത്തെ നിങ്ങൾ വ്യർത്ഥമാക്കിയിരിക്കുന്നു. കപട നാട്യക്കാരെ, ഏഷ്യ നിങ്ങളെപ്പറ്റി ശരിയായി തന്നെ പ്രവചിച്ചു. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ്. അവർ മാനുഷിക നിയമങ്ങൾ പ്രമാണങ്ങളായി പഠിപ്പിച്ചുകൊണ്ട് വ്യർത്ഥമായി എന്നെ ആരാധിക്കുന്നു. നമ്മുടെ കർത്താവായ ഈശോമിശിഹായ്ക്ക് സ്തുതി. വിചിന്തനം: ദൈവപ്രമാണങ്ങളെക്കാൾ മാനുഷിക നിയമങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കുമെല്ലാം അമിത പ്രാധാന്യം കൽപ്പിച്ച് ജീവിക്കുന്ന മൂഢരായ ജനവിഭാഗത്തിന് നേരെ തിരിഞ്ഞ് അവരുടെ കാപട്യത്തെ കുറ്റപ്പെടുത്തുകയാണ് ഈശോ ഇവിടെ. കപടഭക്തി ഒരു കെണിയാണെന്ന് യേശുനാഥൻ ഓർമ്മപ്പെടുത്തുന്നു. അധരങ്ങൾ കൊണ്ട് ദൈവത്തിന് സ്തുതിഗീതങ്ങൾ ആലപിക്കുന്നതല്ല ഭക്തി, മറിച്ച് യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ പൂർണ്ണമായ സമർപ്പണമാണെന്ന് അവിടുന്ന് ഓർമ്മപ്പെടുത്തുന്നു. നിയമങ്ങളുടെ ചുവട് പിടിച്ച് നമ്മുടെ പ്രാർത്ഥന മണിക്കൂറുകൾ ചിലവിടുമ്പോൾ ഒന്നോർക്കുന്നത് നല്ലതാണ്. എൻ്റെ ഹൃദയം പൂർണ്ണമായും ദൈവത്തിലാണോ? അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ചാണോ നമ്മുടെ ആത്മീയ ജീവിതത്തെ നാം പടുത്തുയർത്തിയിരിക്കുക? ദൈവത്തോടുള്ള എൻ്റെ ഭക്തി അധരപൂജമായി മാത്രം മാറിയിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയുക, എവിടെയോ എനിക്ക് പാകപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന്. ആ കുറവുകളെ കണ്ടെത്താനുള്ള താക്കീതാകട്ടെ ഈശോയുടെ ഈ വാക്കുകൾ. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ ഇവരുടെ ഹൃദയം എന്നിൽ നിന്നും വളരെ അകലെയാണ്. നമ്മുടെ കർത്താവായ ഈശോമിശിഹായ്ക്ക് സ്തുതി.